ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. വിശാല ഹിന്ദു ഐക്യത്തിൽ NSS പങ്കാളിയാവില്ലെന്ന് ഇന്ന് NSS ജനറൽ സെക്രട്ടറി ശ്രീ G. സുകുമാരൻ നായർ വ്യക്തമാക്കിയിരിക്കുന്നു. അത് തീർച്ചയായും SNDP യോഗം ഇന്നലെ കൂടിയ ഉന്നതതല യോഗത്തിൽ എടുത്ത തീരുമാനം രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങുമെന്നും രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നുള്ള ആഹ്വാനം അതിനൊരു തിരിച്ചടിയായിരിക്കുകയാണ് സുകുമാരൻ നായരുടെ ഇന്നത്തെ പ്രസ്താവന. ഹിന്ദു ഐക്യത്തിനു വേണ്ടിയുള്ള ചർച്ചയിലും NSS പങ്കാളിയാവില്ല എന്നാണ് സുകുമാരൻ നായർ പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു കാര്യം രാജ്യം ഭരിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളാണെന്നുമാണ്. അതേസമയം സംവരണ തത്വത്തിൽ NSS സ്വീകരിച്ച നിലപാടിന് പിന്തുണയുമായി യോഗക്ഷേമ സഭയും രംഗത്തെത്തിയത് കൂടുതൽ ആവേശം പകർന്നിട്ടുണ്ട് SNDP യോഗത്തിന്. ആ റിപ്പോർട്ട് കണ്ടതിന് ശേഷം ചർച്ചയിലേക്ക് വരാം. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിനോ ഇന്നത്തെ സംവരണ വ്യവസ്ഥയ്ക്ക് മാറ്റം വരുത്താതെ വിശാല ഹിന്ദു ഐക്യത്തിൽ പങ്കാളിയാകുന്നതിനോ NSS ഒരുക്കമല്ല. ആരെങ്കിലും അതിന് നേതൃത്വം നൽകുന്നുണ്ടെങ്കിൽ അതിൽ അവരുമായി പങ്കുചേർന്ന് ചർച്ച നടത്തുന്നതിന് NSS ആഗ്രഹിക്കുന്നില്ല. കാരണം NSSന്റെ മൂല്യാധിഷ്ഠിത ലക്ഷ്യങ്ങൾക്കും പ്രവർത്തനശൈലിക്കും അത് എതിരാണെന്ന് വ്യക്തമാക്കിയ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ വിശാല ഹിന്ദു ഐക്യത്തിന് NSS തയ്യാറെടുക്കുന്നുവെന്ന പ്രചരണം തള്ളിക്കളഞ്ഞു. ഹൈന്ദവന്റെ പൊതുതാൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വിശാല ഹിന്ദു ഐക്യത്തിൽ പങ്കാളിയായേ പറ്റൂ എന്ന അഭിപ്രായം NSSനില്ല. രാജ്യഭരണം നടത്തേണ്ടത് മതസാമുദായിക സംഘടനകളല്ല, രാഷ്ട്രീയ പാർട്ടികളാണ്. സംവരണ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ്. ഈ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് അതിൽ പങ്കാളിയാകുന്നതിലൂടെ എല്ലാം പിടിച്ചെടുക്കാമെന്ന് NSS കരുതുന്നില്ലെന്നും ജനറൽ സെക്രട്ടറി പ്രസ്താവനയിൽ വ്യക്തമാക്കി. അതേസമയം സംവരണ തത്വങ്ങളിൽ മാറ്റം വരുത്തണമെന്ന NSS നിലപാടിനോട് യോഗക്ഷേമ സഭയ്ക്ക് യോജിപ്പാണുള്ളതെന്നും യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് അക്കീരമൺ കാളിദാസ് ഭട്ടതിരിപ്പാട് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. NSS പറയുന്ന അവരുടെ ഒരു കാഴ്ചപ്പാടാണല്ലോ. ഈ സാമ്പത്തിക സംവരണമാണ് ഈ രാജ്യത്തിന്റെ അവരുടെ മുമ്പോട്ട് വെക്കുന്ന ആശയം. ആ സാമ്പത്തിക സംവരണം ഞങ്ങൾ എന്നേ പറഞ്ഞതാ. എന്തായാലും നമ്മളെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി രാജ്യം ഭരിക്കാനൊന്നുമല്ല ഞങ്ങളുടെ ആശയം. NSSും യോഗക്ഷേമ സഭയും നിലപാട് വിശദീകരിച്ചതോടെ വിശാല ഹിന്ദു ഐക്യമെന്ന സംഘപരിവാർ അജണ്ടയ്ക്ക് തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മോടൊപ്പം ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രമുഖർ ശ്രീ R. ബാലകൃഷ്ണപിള്ള, കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവും NSSന്റെ ആദ്യകാല നേതാവുമാണ് അദ്ദേഹം. ഒപ്പം മാധ്യമപ്രവർത്തകരായ ശ്രീ SR ശക്തിധരനും അജിത് കുമാറും ചേരുന്നു. TV അവതാരകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ യുവാവ് ശ്രീ രാഹുൽ ഈശ്വർ ഇന്ന് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ തയ്യാറായിട്ടുണ്ട്. ഒപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയാണ്, SNDP യോഗത്തിൻ്റെ രണ്ടാമൻ എന്നറിയപ്പെടുന്ന ശ്രീ തുഷാർ വെള്ളാപ്പള്ളി. ആദ്യം തന്നെ ശ്രീ R. ബാലകൃഷ്ണൻ പിള്ളയിലേക്ക് പോകുന്നു. അതായത് SNDP യോഗവും അല്ലെങ്കിൽ NSSും രണ്ട് പ്രബല സാമുദായിക സംഘടനകൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപാട് സ്വാധീന ശക്തികളാണെന്ന് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴും ഈ രണ്ട് സാമുദായിക സംഘടനകളുടെ പ്രസക്തിയും ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ രണ്ട് സാമുദായിക സംഘടനകളും ഇതിനു മുൻപ് കേരള രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ രാഷ്ട്രീയ സംഘടനകൾ രൂപീകരിക്കുകയും ദയനീയമായി പരാജയപ്പെട്ട ഒരു ചരിത്രമുണ്ട്. പക്ഷേ ഇന്ന് NSS നിലപാട് കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നു. താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? പ്രത്യേകിച്ചും SNDP യോഗം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചു മുന്നിട്ടിറങ്ങിയ ഈ ഒരു സാഹചര്യത്തിൽ. ഇതിൽ ആദ്യം തന്നെ അങ്ങ് പറഞ്ഞ ഒരു കാര്യം, ഒരു ചെറിയ പിശകുണ്ട്. ഒന്ന്, നായർ സർവീസ് സൊസൈറ്റി ശ്രീ ബന്ധത് പത്മനാഭൻ രൂപീകരിച്ചത് ചട്ടമ്പി സ്വാമികളുടെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങൾക്ക് അനുകൂലമായാണ്. അതായത് എല്ലാ മതങ്ങൾക്കും ന്യായമായി അംഗീകാരം വേണമെന്നും എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണണമെന്നും അതിന് നായർ സമുദായം മുൻകൈയെടുക്കണമെന്നും ക്ഷേത്രപ്രവേശന വിളംബരം ഉൾപ്പെടെയുള്ളത് നടപ്പിലാക്കണമെന്നും പറഞ്ഞ് പ്രവർത്തിച്ച ഒരു സംഘടനയാണ്. അതൊരു സാമുദായിക സംഘടനയല്ല. ഒന്ന്, അത് സാമൂഹ്യ സംഘടനയാണ്. രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ സാമുദായിക കക്ഷികളോ അല്ലെങ്കിൽ സംഘടനകളോ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പോയാൽ അത് ക്ലച്ച് പിടിച്ചിരുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സുകുമാരൻ നായരുടെ പാർട്ടിയാണെങ്കിലും വെള്ളാപ്പള്ളിയുടെ സമുദായമാണെങ്കിലും ഇതിനു മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ പാർട്ടികളുണ്ടാക്കി. ഒരു കാര്യം നാം വിസ്മരിക്കരുത്, ആ രണ്ട് പാർട്ടിയും കേരള ഭരണത്തിൽ പങ്കാളികളായിരുന്നു, UDF ആയാലും LDF ആയാലും. അപ്പോൾ അത് എന്തുകൊണ്ടത് ക്ലച്ച് പിടിക്കാതെ പോയി എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും ഒരുവിധം ഡെമോക്രാറ്റിക്കായിട്ട് ചിന്തിക്കുന്നവരും അതേസമയം വലിയൊരു വിഭാഗം ആളുകൾ സാമുദായിക കക്ഷികളുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്ന് കാണിക്കുന്നവരുമായി മാറിക്കഴിഞ്ഞു. അതിലേറ്റവും വലിയ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ നമ്മുടെ മുമ്പിൽ പറയാവുന്നത് മുസ്ലിം ലീഗാണ്. അത് ആ ആക്ഷേപം വളരെ ശക്തമായി ഈ പറയുന്ന വെള്ളാപ്പള്ളിക്കുമുണ്ട്, സുകുമാരൻ നായർക്കുമുണ്ട്, മറ്റേതെല്ലാം സാമുദായിക കക്ഷികളുടെ നേതാക്കന്മാരുണ്ടോ അവർക്കെല്ലാവർക്കും ഉണ്ട്.
അതവർ ചിലർ വെളിയിൽ പറയുന്നില്ല, ചിലർ വെട്ടി തുറത്ത് പറയുന്നു. ക്രിസ്ത്യൻ സമുദായം അത് പറയുകയും. അതെ അതെ, അതുണ്ട്. അതോടൊപ്പം ശ്രീ രാഹുൽ ഈശ്വരനിലേക്ക് രാഹുൽ ഈശ്വർ ഒരു വിശാലമായ ഒരു പെർസ്പെക്റ്റീവിൽ ചോദിക്കുകയാണ്. അതായത് ഈ സാമുദായിക സംഘടനകളുടെ രാഷ്ട്രീയ രംഗപ്രവേശത്തെ യുവതലമുറ എങ്ങനെ കാണണം എന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഇന്ത്യ ഒരു സെക്കുലർ നേഷനാണ്. എല്ലാ കാലത്തും ഇന്നും ഇന്നലെയും എല്ലാം ഒരു മതരാഷ്ട്രമായിട്ട് നമ്മൾ ഒരിക്കലും പോയിട്ടില്ല, ഇനി ഇങ്ങനെ ആവത്തുമില്ല. ആ സെക്കുലറിസം നമ്മുടെ ലോകത്തിനുള്ള ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനിൽ ഒന്നാണ്. പക്ഷെ നമ്മുടെ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ മതനിരാസമോ സാമുദായിക നിരാസവുമല്ല. അതൊരു നെഹ്റുവിയൻ കാഴ്ചപ്പാടല്ല നമ്മുടെ സെക്കുലറിസം. നമ്മുടെ സെക്കുലറിസം ഒരു ഗാന്ധിയൻ സെക്കുലറിസമാണ്. വ്യത്യസ്ത സമുദായങ്ങൾ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം, വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ നിന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഭരണത്തിന്റെ അധികാരത്തിന്റെ പങ്ക് എല്ലാവരിലേക്കും എത്തിക്കുക, എല്ലാവരും ഭരണത്തിൽ പങ്കാളികളാകുക എന്ന വിശാലമായ അർത്ഥമാണ് പലപ്പോഴും നമ്മൾ ഒരു സമന്വയത്തിലൂടെ, സമവായത്തിലൂടെ, സൗഹാർദ്ദത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ ഹിന്ദു ഭൂരിപക്ഷം എന്ന് തെറ്റായി വിളിക്കപ്പെടുന്ന 48% വരുന്ന നമ്പൂതിരി മുതൽ നായാടി വരെ, ആദിവാസി മുതൽ അമ്പലവാസി വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ വിഭാഗം സാമ്പത്തികവും സാമൂഹികവുമായി പിന്നോട്ട് പോയിട്ടുണ്ട്. ഒരിക്കലും ഒരു ജാതി രാഷ്ട്രീയം ശക്തമാകണമെന്നോ മതരാഷ്ട്രീയം ശക്തമാകണമെന്നോ യുവതലമുറയ്ക്കോ അല്ലെങ്കിൽ മുതിർന്ന തലമുറയ്ക്കോ അഭിപ്രായമില്ല. പക്ഷെ കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി ഹിന്ദു അനൈക്യമില്ലാതാക്കുക എന്നുള്ളതാണ്. ഹിന്ദു ഐക്യം എന്ന വാക്കിനേക്കാൾ കൂടുതൽ ഹൈന്ദവ വിഭാഗത്തിലെ അനൈക്യം ഇല്ലാതാക്കുകയും സാമുദായികമായി പിന്നോക്കം നിൽക്കുന്ന ആ വിഭാഗങ്ങളെ ശക്തിപ്പെടുത്തുകയും പിന്നോക്ക ഞാൻ ചോദിച്ചത് വളരെ നേരിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. രാഷ്ട്രീയ പാർട്ടി, അതായത് പാർട്ടിസാൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും SNDP യോഗം ഇപ്പോഴും കേരളം ഭരിക്കുന്ന UDF ഗവൺമെൻറ്റിൻ്റെ പല ബോർഡുകളിലും പല സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും അധികാരം പങ്കുവെക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയ്ക്ക് സജീവ രാഷ്ട്രീയത്തിലേക്ക് വരണം എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ പുതിയ മുദ്രാവാക്യം. കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ ഈ കേരള യാത്ര നടത്താൻ പോവുകയാണ്. ആ ഒരു പെർസ്പെക്റ്റീവിലാണ് താങ്കളോട് ചോദിക്കുന്നത്. രാഷ്ട്രീയ രംഗപ്രവേശം, അതിനെ ഈ നമ്മുടെ ഇപ്പോൾ സാമുദായിക ഐക്യം അത് ഒരു വശത്ത് നമ്മുടെ മറ്റൊരു വിഷയമാണ്, അതുകൊണ്ടാണ് ഇടപെട്ടത്. ശ്രീ രാഹുൽ, ഇന്ന് തന്നെ SNDPയുടെ ഒരു 1-2 പരിപാടികൾക്ക് പോയി, ഗുരുദേവന്റെ പരിപാടികൾക്ക് പോയിട്ടാണ് വരുന്നത്. SNDP കേരളീയ നവോത്ഥാനത്തെ നയിച്ചൊരു സംഘടനയാണ്. പണ്ട് ആത്മീയമായൊരു നവോത്ഥാനമാണെങ്കിൽ ഒരു സാമുദായികമായ നവോത്ഥാനം, സാമൂഹികമായ നവോത്ഥാനം, മതസൗഹാർദ്ദത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ SNDPക്ക് അതിനുള്ള അവകാശമുണ്ട്.